മോഹൻലാൽ, ശ്രീനിവാസൻ, ജഗതി, കുതിരവട്ടം പപ്പു എന്നീ പ്രേക്ഷകപ്രിയ താരങ്ങൾ പൊട്ടിച്ചിരി ഒരുക്കിയ സൂപ്പർഹിറ്റ് കോമഡി സീൻസ്. എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒരു പുല്ലും ചെയ്തില്ലടാ പുല്ലേ. ഓമക്കുറുപ്പിന്റെ ചങ്കൂറ്റം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ മരുമകനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്നതാണോടാ നിന്റെ നാറിയ ചങ്കൂറ്റം നക്കി എരപ്പാളി. ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ. നമസ്കാരം. കെട്ടും കെട്ടി പന്നിക്കൊട്ടം പോലെ ഇറങ്ങിയിരിക്കാണല്ലേ. ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിനും ഇങ്ങോട്ട് വരരുതെന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് വന്നാലോ? പെറ്റ വയറിന്റെ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവളുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ലാതായ കുറുപ്പ് സാറേ. ഞങ്ങൾ വന്നെന്നും പറഞ്ഞ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല. ഞാനാണ് അവന്റെ അഡ്വൈസറി. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനെയും കൂടെ കൊണ്ടുവന്നത്. അമേരിക്കക്കാരനായത് കൊണ്ടൊന്നുമല്ല, എന്റെ മോൾക്ക് അവൻ എന്ന് പറഞ്ഞ ജീവനാ. അതുകൊണ്ടൊന്നല്ല, അവൻ എന്റെ മോനാ. ആരും അവൻ ഇഷ്ടപ്പെട്ടു പോകും. എന്റെയും മോന. അവരിവിടെ ഉണ്ടോ? ആ ഉണ്ട്. ശോളേ ശോളേ ഷോ ഇവിടെ. ആ മോനെ മോളെ, നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്. എന്തായാലും എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കരുത്, ചൂടാവരുത്, ചളമാക്കരുത്. മോനെ, ഞാൻ ഇവരോട് വരണ്ടാന്ന് പറഞ്ഞ, പക്ഷെ വന്നു. ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം. ഞാനാണ് പറഞ്ഞത്, ബോറാവരുത്. നിങ്ങൾക്കൊരു നീ ഇവിടെ ഡ്രൈവറായിട്ടല്ലേ അതൊക്കെ കണ്ടുപിടിച്ചു. അതല്ല ചുമ്മാരോട്. ഞാൻ അവൻ ചൂടാകാൻ നോക്കുമ്പോ താനെ നശിപ്പിക്കുമല്ലേ. എന്റെ മോൻ എവിടെ? മോനെ ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് പറയുന്നേ, ദാ നിൽക്കുന്നു. അയ്യോ, ഇതല്ല. ഇതെന്റെ മോനല്ല. അയ്യോ, കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് സ്വന്തം മോനല്ലാന്ന് ഒരിക്കലും പറയരുത്. ഇതൊക്കെ ഒരു തമാശയല്ലേ. കള രണ്ടൊരു മോനേന്ന് വിളിക്ക. എന്റെ പട്ടി വിളിക്കേ. ഓഹോ, ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെ കുടിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിനകത്ത് നായ്ക്കളൊക്കെ അങ്ങനെയല്ലേ എനിക്ക് തോന്നി. എന്താ തന്നെ ഇതിനകത്ത് കയറ്റിയുണ്ടോ? അല്ല, ഇവനെ കയറ്റിയതുകൊണ്ട്. എന്റെ ഡ്രൈവറായി വന്ന് ഈ നായെ കയറ്റിയതുകൊണ്ട്. പറയടാ പിള്ളേരെ, മോനെവിടെ? അപ്പൊ ഇവനല്ലേ ഇങ്ങടെ മോൻ? അല്ല, അമേരിക്കക്കാരനാണോ? അവൻ തന്നെ. ഇവൻ അവനല്ല. അവൻ തന്നെ. അവനല്ല ഇവൻ. പിന്നെ അവനെവിടെ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്റെ മകൻ ഓ മാധവൻ എവിടെയെന്ന്. എം എ ധവാൻ. എന്റെ മോനെവിടെ?
സാമദ്രോഹി, മേലാലി പഴി ചവിട്ടിയ നിന്റെ എല്ലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ കുറുപ്പ് സാറവൻ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. പോവുക. ഇവിടെ ആരുമില്ലേ? എന്ത് വച്ചു നോക്കില്ലേ? ഇവിടെ ആരും എന്ത് പറ്റി? ഒന്നും കൂടെ കയറി വാടോ. വക്കീലേ, വക്കീലേ, വാക്കീലേ. എവിടെയാണപ്പാ ഈ കുറുപ്പ് എന്റർപ്രൈസസ്? ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്. ആരാ? ഞാനാ. ഏത് ഞാൻ? ഞാനാ. ഞാനോ? ഞാനാ. ഈ കുറുപ്പ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ. എന്റർപ്രൈസിംഗ് കുറിപ്പോ? ഞാനൊരു കുറിപ്പാ, പക്ഷെ എന്റർപ്രൈസിംഗ് കുറിപ്പല്ല, ഓമക്കുറിപ്പാ. കേട്ടുണ്ടോ ഇല്ലേ? ഓ, നമ്മളാരാ? അല്ല, ഞാന് ആ. കുറുപ്പ് എന്റർപ്രൈസസിലെ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ. ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായരെ. ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിലല്ലേ ഡയറക്ടർ ആവശ്യമുള്ളൂ. എന്റെ കേസെല്ലാം നോക്കുന്നത് ദാമുവ. അവിടെ തന്നെ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അവനോ മറ്റാ ചിലപ്പോ ആയിരിക്കും. അല്ല, ദാമുവിന്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണ നേരാണ്. അയ്യോ അയ്യോ, ദാമുവിന്റെ കയ്യിലോ? ആ, നിങ്ങൾക്ക് തീർച്ചയായും ആളെ തെറ്റി. മാസത്തിൽ 400-500 രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് മണിയാ. നിങ്ങൾ പറയുന്ന ദാമുവിനെ കാണാൻ എന്താ വഴി? അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവനെ തന്നെ ഞാനും നോക്കുന്നത്. എവിടെ? ദാമു, എപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓടുന്നത്? എടോ വക്കീലേ, തന്റെ കയ്യില് ബ്ലാക്ക് മണി ഉണ്ടോ? പോക്കറ്റ് മണിയായിരിക്കും. അല്ലല്ല, ബ്ലാക്ക് മണി തന്നെ. ഇവിടെ നോക്ക്. തന്റെ ആരത്? എന്റെ അങ്കിൾ. അങ്കിള് അവലക്ഷണം കേട്ട ലുക്ക്. എന്തൊക്കെ മണി കൊടുത്ത് വിട്ടേക്ക്, വിട്ടേക്കില്ല ഇവിടെ നിർത്തണം. യാത്രയൊക്കെ സുഖമായിരുന്നു. കത്ത് എഴുതിയെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ. ഇതാ എളുപ്പമെന്ന് തോന്നി. തന്നെയല്ല, നിന്റെ എന്റർപ്രൈസിങ് എന്താണെന്ന് കാണാനും പറ്റിയല്ലോ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? അത് ഇതുവരെ ഒന്നും ഉണ്ടായില്ല. കൂടുതൽ നേരം നിന്നാൽ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ പോയ മനുഷ്യന് വട്ടാണ്. കാണും. അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരുത്തനെ ഇവിടെ ജോലിക്ക് വെക്കോടാ. ഞാൻ പാസ്ബുക്കുമായി ഉടനെ എത്താം. എന്റെ വീടിന്റെ 7 അയൽപക്കത്തെങ്ങാനും വന്നു പോയാൽ നിന്റെ കണ്ണിന്റെ സിൽവർ ഞാൻ അടിച്ചു പൊട്ടിക്കും. അവന്റെ അമ്മമ്മയുടെ പാസ്ബുക്ക്. വാൾപ്പയറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20,000 രൂപയോളം നഷ്ടം വരും. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കോമക്കുറുപ്പും മാന്യനായ മെമ്പർ കൃഷ്ണക്കുറുപ്പും ഈ തുക തുല്യമായി വീതിച്ച് ക്ലബിൽ അടയ്ക്കേണ്ടതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ആ അഭിപ്രായം ഞാൻ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അടക്കാനാവാത്ത കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തല്ലിയത്. അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബിന് എഴുതി തള്ളാവുന്നേ ഉള്ളൂ. ഓരോരുത്തരെ സംസാരിക്കും. വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിന്റെ പൊതുമുതൽ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. നഷ്ടപരിഹാരം ഒറ്റയ്ക്ക് സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. കാരണം ഇവിടെ ലഹരി ഉണ്ടാക്കി ഞാനല്ല. പിന്നെ ആര്? പള്ളി പോയി പറഞ്ഞാൽ തന്നെ അപ്പൂപ്പ ഇരിക്കുന്നുണ്ടോ? എപ്പോഴും വഴക്കുണ്ടാക്കുന്ന 2 മെമ്പർമാരെ ഉൾക്കൊണ്ട് ഈ ക്ലബിന് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. കുഴപ്പമുണ്ടാക്കുന്ന മെമ്പറെ പുറത്താക്കണമെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. ബലമായ അഭിപ്രായം അത് തന്നെ. തന്നെ പുറത്താക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് താൻ സ്വയം പുറത്തു പോടും. ഞാനെങ്ങോട്ട് പോയി? ഇന്ത്യൻ പീനൽ കോഡിൽ കൈവയ്ക്കാൻ എന്നെ നിർബന്ധിതനാക്കരുത്. കൂൾ ഡൗൺ.
എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റ് മെമ്പർമാർ പലതവണ ഇതിന് ശ്രമിച്ചതാണ്. എന്താ അങ്കിൾ, നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതല്ല നല്ലത്? എനിക്ക് പ്രശ്നമില്ല. നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. മര്യാദ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് കാണിക്കും. ഇതൊരു അവസാന സന്ദർഭമാണ്. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇരുവരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. Come on. എണീക്കൂ. ഞങ്ങൾ ഒന്നാണ്. എന്താ വിശ്വാസമായില്ലേ? എന്നാ കേട്ടോ, ബഹുമാനപ്പെട്ട മെമ്പർമാരെ, എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു. അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ 2 വിവാഹങ്ങളും ഞങ്ങൾ നടത്തും.